എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. എന്താ വിശേഷം? മഴ വരുന്നൊക്കെ പറയണേ കേട്ടു അല്ലേ? ഇപ്പം അങ്ങനെ മഴ ഇല്ല, നല്ലൊരു മഴക്കാറ് പോലെ ഉണ്ട്. ഇതിൻ്റെ ഇല കണ്ടോ, എന്ത് വലുതാല്ലേ, കണ്ടോ? സത്യം പറഞ്ഞാൽ ഇതിനൊരു വളം പോലും ഞാൻ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ആ നട്ട സമയത്ത് കുറച്ച് വളമൊക്കെ ചേർത്തിട്ട് നട്ടതാണ്. ഇതിന് ശേഷം ഞാൻ ഒറ്റ വളവും ചേർക്കണില്ല. ഇതിൽ ധാരാളം പൂക്കൾ കണ്ടോ, എത്ര പൂക്കളാണെന്നറിയോ, എന്ത് ഭംഗിയാണെന്നറിയോ. എനിക്ക് റെഡിനേക്കാളും ഇഷ്ടം ഇതാട്ടോ. ഇതാ റെഡ് അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അതിനേക്കാളും ഇഷ്ടം ഇതാണ്. ഇതിൻ്റെ ഇലയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്, നല്ല വെൽവെറ്റ് പോലെ ഇരിക്കും ഇതിൻ്റെ ഇല. റെഡിൻ്റെ ഇലയ്ക്ക് അങ്ങനെ ഇല്ല കേട്ടോ. റെഡ് പൂവുണ്ടാവണ ചെടിക്ക് അങ്ങനെ ഇല്ല. നല്ല രസമാണിത് കാണാൻ. പിന്നെ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? ഞാനുണ്ടല്ലോ, എനിക്ക് ഇപ്പോൾ ഇടുന്ന വീഡിയോ ഒന്നും ഉണ്ടല്ലോ ഒരു തരത്തിലും ഓടിപ്പോണില്ല, ആരും കാണണില്ല. യൂട്യൂബിൻ്റെ വല്ല കുഴപ്പമാണോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അതങ്ങനെ നന്നായിട്ട് ഓടിപ്പോണേ ഇല്ല, ഒട്ടും ആരും കാണണില്ല. ഒരു 1K പോലും ആവണില്ല, 1K പോയിട്ട് 100 പോലും ആവണില്ല ചിലത്. എന്താ സംഭവിച്ചേക്കണേന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കും. ഇതിനു മുമ്പ് എപ്പോഴേ നിർത്തണം എന്നൊക്കെ വിചാരിച്ച ആളാണ് ഞാൻ, പക്ഷെ നിർത്തിയില്ലല്ലോ, നമ്മളിവിടം വരെ എത്തിയല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിർത്തുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കും. ഇഷ്ടമുള്ളവരെല്ലാവരും കാണാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, പറയാൻ പോണത് ചില ടിപ്സാണ്, ചില ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള ചില ടിപ്സാണെന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ട അഭിപ്രായങ്ങളൊക്കെ പറയൂ കേട്ടോ എല്ലാവരും. ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ടായല്ലോ, എൻ്റെ ഉജാല കളർ പോലത്തെ ഈ ചെത്തി പോലത്തെ, ഇതിന് എന്തൊരു പേരുണ്ട് ഈ ചെടിക്ക്, ചെത്തിയുടെ പോലത്തെ വർഗ്ഗത്തിൽപ്പെട്ടാന്ന് തോന്നുന്നു എനിക്കാണ്. ഇത് റെഡിൽ ഇപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വേറെ തൈയും റെഡ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. റെഡിൻ്റെ തൈ ഞാൻ വെച്ച് പിടിപ്പിച്ചതാണിത്. ഉജാല കളർ ഇല്ലയെന്ന് ഞാൻ സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഇതുപോലത്തെ ഒരു നട്ടിട്ട് ഇപ്പോൾ വൈറ്റ് കളർ പൂക്കൾ അതിലുണ്ടാവണേ. നോക്കുമ്പോൾ നമുക്ക് കാട്ടിൽ നിൽക്കണുണ്ടായിട്ട് കണ്ടോ. പുഴയുടെ സൈഡാണ് കേട്ടത്. ഇവിടെ എങ്ങനെ ഇത് വന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ. വല്ലാത്തൊരു അത്ഭുതമായിപ്പോയി കണ്ടോ. ഇവിടെ നിൽക്കണത് കണ്ടോ, ഉജാല കളറാണിത്. ഇപ്പോൾ 3 കളറായി എൻ്റെ കയ്യിൽ. ഞാൻ ഉത്സവത്തിന് മേടിക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ വലിയ വില 150 എന്നൊക്കെയാണ് പറഞ്ഞത് ചെറിയ തയ്യന്. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് പറിച്ച് എനിക്ക് ചട്ടിയിലേക്ക് നടണം കണ്ടോ. ഇത് വെറുതെ ഇവിടെ ഇങ്ങനെ പുഴയുടെ സൈഡാണിത്, ഇവിടെയാണിത് ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ. അത് വല്ലാത്തൊരു അത്ഭുതമായിപ്പോയി. പിന്നെ ഈ ചെത്തിയിലൊക്കെ നിറയെ പൂക്കളുണ്ടായിട്ടുണ്ടോ, കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ. ഇത് നിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് നല്ല പൊക്കത്തിൽ ഒരു പൂമരം പോലെ നിൽക്കും. പക്ഷെ ഇവിടെ നിലത്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എല്ലാ പ്രാവശ്യവും ഞാനത് പറയണില്ല എന്താന്ന് കണ്ടോ. ഇതിൽ വേറൊരു കളറ്, ഇത് വേറെ കളറ്, ഇത് വേറെ, ഇത് കുറച്ചുകൂടി വലിയൊരു പൂക്കളാണ്, റോസ് കളറ് തന്നെ. ഇത് റെഡ്, ഇത് യെല്ലോ ഉണ്ടോ. അങ്ങനെ ഇത്രയും കളറ് ചെത്തി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. 2 തരം റെഡ് ഉണ്ട്. രാവിലെ തന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയേക്കാണ്. അപ്പം നല്ല രസമാട്ടോ. രാവിലെ തന്നെ നമ്മൾ ചെടികളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴേ നല്ലൊരു രസമാണ്. നല്ലൊരു വെയിലൊന്നും വന്നിട്ടില്ലല്ലോ. ഈ പൂക്കളൊക്കെ എന്ത് ഭംഗി. ഇപ്പോൾ കുറേ പൂക്കളുണ്ട് കേട്ടോ. എല്ലാത്തിനും DAP ആണ് കാരണം. DAPക്ക് നന്ദി. ഇത് കണ്ടോ, വീണ്ടും നമ്മുടെ മരമുല്ല പൂക്കാൻ തുടങ്ങി. ഇനി എല്ലാം കൂടെ ഒരുമിച്ച് പൂക്കൂട്ടോ. നിറയെ മുട്ടുകളുണ്ട്, അപ്പോൾ നല്ല ഭംഗിയായി. ഇന്നാൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയിൽ, അതുപോലെ ആയി വരും കേട്ടോ. നല്ല വാസനയാട്ടോ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ. പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല, കാര്യത്തിലേക്ക് വരാം. എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഒരു ടിപ്പ് അടീനിയത്തിൻ്റെ വിത്തുകളെ പറ്റിയിട്ടാണ് കേട്ടോ. കണ്ടോ, അടീനിയത്തിൻ്റെ വിത്തുകൾ ഇതുപോലെ പൊട്ടിത്തെറിച്ച് പോകും, പൊട്ടിത്തെറിച്ച് താഴെയൊക്കെ വീഴും കണ്ടോ. ഇതൊക്കെ ഞാൻ വെറുതെ ഇട്ടതാണ് കേട്ടോ. എനിക്ക് ആവശ്യമില്ല തൈകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എപ്പോഴാണ് ഇതിങ്ങനെ മൂത്ത് പൊട്ടിത്തെറിക്കുകയെന്ന് അറിയില്ല കണ്ടോ. ഇതൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇത് പൊട്ടിത്തെറിച്ച് പോവാതിരിക്കാനായിട്ടൊരു ട്രിക്ക് ഉണ്ട്. ചിലർക്കൊക്കെ അറിയായിരിക്കും, പക്ഷെ അറിയാത്തവരുണ്ട്. കാരണം വീട്ടുകാര്യങ്ങൾ സ്വപ്ന പറയണ കേട്ടു, അടീനിയത്തിൻ്റെ കൊമ്പ് ഇത് തൈകളെ ഉണ്ടാക്കാനായിട്ട് കൊമ്പ് കുത്തിയെ പിടിക്കുമെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ കൊമ്പ് കുത്തി പിടിപ്പിച്ചതുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇത് കൊമ്പ് കുത്തി പിടിപ്പിച്ചതാണ്. ഇത് കണ്ടോ, എൻ്റെ അടിവശം നല്ല ഭംഗിയായിട്ട് നിൽക്കണേ. ഇത് വിത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇത് കൊമ്പ് കുത്തി പിടിപ്പിച്ചതാണ്. നമ്മൾ പ്രൂൺ ചെയ്യുമല്ലോ, ഇതൊക്കെ നാടനല്ല കേട്ടോ. പ്രൂൺ ചെയ്യണ സമയത്ത് ഇതിൻ്റെ ഈ പീസുകൾ നമ്മൾ മുറിച്ച് കളയുമല്ലോ, അതെല്ലാം നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. സാഫിൽ മുക്കിയതിന് ശേഷം നടുക, പിടിക്കും.
അങ്ങനെ പിടിച്ചതാണ് കേട്ടോ ഇത്. ഇതിന് പ്രൂൺ ചെയ്യണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ നമുക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്, ചിലർക്കും അറിയാത്തതുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടീനിയം വിത്തിൽ നിന്നും അതിൻ്റെ കമ്പുകൾ, കൊമ്പല്ല കേട്ടോ, കമ്പ്, ആദ്യം പറഞ്ഞത് കൊമ്പ് എന്നായിപ്പോയി, കമ്പുകൾ കുത്തി പിടിപ്പിക്കാൻ സാധിക്കും. ആ സൂത്രം കണ്ടോ, ഇതുപോലെ ചെറിയ റബ്ബർ ബാൻഡ് എടുത്തിട്ട് രണ്ട് വശത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഉണങ്ങുമ്പോഴും പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പോവില്ല. നമ്മളൊരു ദിവസം കഴിഞ്ഞിട്ട് കണ്ടാലും കുഴപ്പമില്ല, അങ്ങനെ നിന്നോളൂ കേട്ടോ. എന്ന് വെച്ചിട്ട് കുറേ ദിവസം അങ്ങനെ നിൽക്കില്ല, എന്നാലും നമ്മൾ ഒരുവിധം 1-2 ദിവസം നമ്മുടെ ശ്രദ്ധ മാറിപ്പോയാലും കുഴപ്പമില്ല, ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് ശരിക്കും ഈ വിത്ത് ആവശ്യമില്ല, കാരണം ഇപ്പോൾ ഇതൊക്കെ തന്നെ മുളച്ച് ഇഷ്ടം പോലെ ഉണ്ടാവും, ഇതൊക്കെ നടാൻ സ്ഥലം വേണ്ടേ. അതുകൊണ്ട് ഞാനങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഇത് ചെയ്തതാട്ടോ. ഞാനങ്ങനെ ചെയ്യാറുമില്ല, ധാരാളം ഉണ്ട് അടീനിയം, അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല. അപ്പോൾ ഇതാണ് അടീനിയത്തിൻ്റെ വിത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ള ട്രിക്ക്. ഇതാണ്, അറിയാത്തവരൊക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ബൊഗെയിൻവില്ല കടലാസ് പൂക്കൾ ഇപ്പോൾ നമ്മൾ പൂക്കുന്ന സമയമാണ് നവംബർ മാസം. പൂത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, എൻ്റെ അങ്ങനെ പൂക്കാതെ നിൽക്കുമായിരുന്നു കേട്ടോ. അതിനും ഒരു ട്രിക്ക് ഉണ്ട്, അതെന്താണെന്ന് പറഞ്ഞു തരാം. കണ്ടോ, നല്ല കളറാട്ടോ, നല്ല ഭംഗിയാണ്, എല്ലായിടത്തും വരുന്നുണ്ട് ഇതിന് പൂക്കൾ. ഇതിൻ്റെ ഇലകൾക്കും കുറച്ച് വ്യത്യാസമുണ്ട് കണ്ടോ. ഇലകളിങ്ങനെ സാധാരണ പച്ചക്കളറല്ല, വെള്ളയും പച്ചയും കൂടി ചേർന്നതാണ്. അപ്പോൾ ഇലകൾക്കും ഭംഗിയുണ്ട്, പൂക്കളില്ലാത്ത സമയത്തും ഇലകളുടെ ഭംഗി കണ്ട് നമുക്ക് ആസ്വദിക്കാം. അത് ഒരു പൂന്തോട്ടത്തിന് അലങ്കാരമായിട്ട് അങ്ങനെ നിൽക്കും. പൂക്കളുള്ളപ്പോൾ പൂക്കളും ഇലകളും കൂടി നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ചിലരൊക്കെ ചെയ്യണ്ടാവും, ചെയ്യാത്തവർക്ക്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ഉലുവ വെള്ളം. ഷുഗറൊക്കെ കുറയാൻ വേണ്ടി എല്ലാവരും ഉലുവ വെള്ളം കുടിക്കൂലേ, അതുപോലെ ചെടികൾക്ക് വളരെ നല്ലതാണിത്. ഞാനും ഒക്കെ കുടിക്കാറുണ്ട് കേട്ടോ, ഉലുവ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉലുവയുടെ ആ കുറച്ച് സത്ത് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഒന്നും കൂടെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച്, അല്ലെങ്കിൽ പുതിയ ഉലുവയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ അതാണ് നമ്മുടെ കടലാസ് പൂക്കൾക്ക്, അതായത് ബൊഗെയിൻവില്ലയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ ഇതും ഇട്ട് കൊടുക്കാം നമുക്ക്, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഞാനൊരു ചാനലിൽ തന്നെ കണ്ടതാണിത്. അപ്പോൾ ഞാനിത് പരീക്ഷിച്ചപ്പോൾ ഇതിൽ പെട്ടെന്ന് പൂക്കളുണ്ടായിട്ട്, പൂക്കളിങ്ങനെ ഉണ്ടാവാതെ നിൽക്കുമായിരുന്നു. എനിക്ക് സന്തോഷമായി. തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ, ഈ ചെടിയിൽ പൂക്കളോ, ഇത് പ്ലാസ്റ്റിക് പൂക്കളാണ് കേട്ടോ, ഞാൻ വെറുതെ ഭംഗിക്ക് വെച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. 2 ടിപ്പേ ഉള്ളൂ, ഇനി ഓരോരോ ടിപ്പുകളായിട്ട് വരുന്നതായിരിക്കും കേട്ടോ, ഒരുമിച്ച് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.